നിങ്ങൾ എന്ത് പറയണേ? മറ്റേത് ബാക്കിക്ക് ഇറങ്ങണം, 9ാമത് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിരുന്നു. ഇപ്പൊ കണ്ട 5ാമത് ഇറങ്ങി മൂപ്പര് അടിച്ച് അങ്ങോട്ട് പൊളിച്ച് 10-27 റണ്ണ് 3 സിക്സർ പൊട്ടിച്ച്. അത് മതി, അത് മതി. പിന്നത്താ വല്ല വിമർശനം. ജയിച്ചത് ഇപ്പൊ ആകെ 18 റണ്ണല്ലേ ഇപ്പൊ ജയിച്ചത്. ഞങ്ങളെ രുദ്രാജ് പറഞ്ഞ പോലെ ഒരു 3 അടി കുറഞ്ഞ് അത്ര തന്നെ, 3 6 അടി. വേറൊന്നുമില്ല, ഞങ്ങള് നല്ലോണം പേടിച്ചിരിക്കണേ. നല്ലോണം പേടിച്ചിട്ട് തെളിവാണ് 17ാമത്തെ ഓവർ വരെ IPL ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത ബൗളറാണ് ചാഹല്. ആ ചാഹലിന് ആ കൊടുത്ത ഓരോ ഓവർ, അത് 17ാമത്തെ ഓവർ പേടിച്ചിട്ട് പേടി വേറൊന്നുമില്ല. നിങ്ങൾ 200 എത്ര അടിച്ചിക്കണെങ്കിൽ അതന്നെ കൊറേ ക്യാച്ച് ഞങ്ങളടുത്ത് പോയി. 5 ക്യാച്ച് അതില് 2 ക്യാച്ച് മറ്റേ പ്രിയാൻ ഷാരിന്റെ വിട്ടാണ്. 2 ക്യാച്ച് വിട്ടിട്ട് ഇങ്ങനെ 4 അടി അടിച്ചതിൽ കാര്യമൊന്നുമില്ല. പൈസ കൊടുത്തിന് മുതലായില്ലേ, എന്തോരടിയാണ്. അത്രേ ഉള്ളൂ. ആണ് ഭാഗ്യം. ഭാഗ്യമൊന്നുമല്ല, പെരും ഭാഗ്യം. ഫീൽഡിങ് മോശമാണ്, ബാറ്റിംഗ് മോശമാണ്, ബോളിംഗ് മോശമാണ്. ബാറ്റിംഗ് മോശമായിട്ടാണ് ഞങ്ങൾ 200 അടിച്ചത്. ഞങ്ങൾ 200 ഇന്നലെ അടിച്ചിക്കണേ. മോശാന്ന് പറയാ, നിങ്ങൾ എന്തോ ഭാഗ്യത്തിന്. മറ്റേ ആ ക്ലബിൽ നിങ്ങളും ചേർന്നില്ലേ? ഏത് മറ്റേ അടിത്തട്ടിലുള്ള ക്ലബില്? അടിത്തട്ടിലുള്ള ക്ലബ്ബ് ചേർന്ന് പറഞ്ഞാല് ഈ അടിത്തട്ടിലുള്ള ഇത്ര മോശമാണ് വിചാരം. അല്ല നിങ്ങള് ആയിക്കോട്ടെ. ഓക്കെ, മുംബൈ ഇന്ത്യൻസ് എത്ര കപ്പുണ്ട്? 5 എണ്ണം. നിക്ക് അടിത്തട്ടിലുള്ളവർ നിങ്ങൾ അങ്ങനെ പുച്ഛിക്കണ്ട. 5 എണ്ണം. CSK എത്ര ഉണ്ട്? 5 എണ്ണം. SRHനും കപ്പുകളുണ്ട്. നിങ്ങൾക്കോ മേൽത്തട്ടിൽ നിൽക്കണ മേലത്തെ ആൾക്കാർ അല്ല, അത് കണക്ക് പറയും. കപ്പിന്റെ കണക്ക് പറയും. കപ്പിന്റെ കണക്കല്ല, കപ്പല്ല. ഞങ്ങൾ പിന്നെ വെറുതെ ജയിച്ചാൽ കണക്കല്ല. ഈ ആര് ജയിക്കുന്നു, ആര് മുന്നിൽ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഇപ്രാവശ്യം കപ്പെടുക്കൂല, അത് വെറുതെ തോന്നുന്നതാണ്. അതെ, എല്ലാ പ്രാവശ്യങ്ങളും പ്രിയാൻഷാരിന്റെ അടിയൊന്നുമില്ല. ബാക്കിയുള്ളവർ കുറച്ച് ഫെയിലായി. പക്ഷെ ബാക്കിയുള്ളവരില്ല, എല്ലാവരും പിന്നെ അവസാനം ശശാങ്ക് സിംഗും മറ്റേ ജൻസനും കൂടി അടിച്ചാണ്. ഭയങ്കരാണോ 2 കളി കഴിഞ്ഞപ്പോ എന്താ പയ്യറൊന്നും കാണില്ല. 2-3 കളിയായിട്ട് കഴിഞ്ഞതൊന്നല്ല. കറക്റ്റ് സമയമാകുമ്പോ വേറെ ഒരു കാര്യമില്ലാതെ മൂപ്പർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. അതെ, ഇത്ര ഡ്യൂട്ടി വെറുതെ കച്ചറ ഉണ്ടാക്കിയാൽ മറ്റേ ഇതൊക്കെ ചവിട്ടി പൊളിച്ച അതല്ല, അതൊക്കെ തന്നെ. അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ആ കറക്റ്റ് സമയത്ത് മൂപ്പര് ഫോം ആവും. RCBക്കാരും അതേ പറഞ്ഞോണ്ടിരുന്നത്. മൂപ്പരില് ഫുൾ കോൺഫിഡൻസ് ആണ്. കറക്റ്റ് സമയത്ത് മൂപ്പര് ഇവിടെ കളിച്ച് ഒഴിവാക്കിയല്ലേ, അത് കോൺഫിഡൻസ്. മൂപ്പരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉപകാരം. ബോളിംഗില് മൂപ്പര് നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫീൽഡിങ്ങില് അസാധ്യാണ്. അതുപോലെ പിന്നെന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. തല ഫോമായാ മതി. തല എന്തത്ര മോശം. 43 വയസ്സുള്ള ഒരു മനുഷ്യൻ എപ്പോഴും നിങ്ങൾക്കൊക്കെ പേടി. എനിക്ക് ഇന്നലെ കളി കണ്ടപ്പോ വലിയ ബൗളർമാർ ഫെർഗൂസ്, 43 വയസ്സുള്ള മനുഷ്യൻ വന്നാണ്ട് 6 അങ്ങനെ അടിച്ചാണ്ട് വിടുകയാണ്. ആ സാഹചര്യത്തിൽ ബോള് വൈഡ് വന്ന ബോള് മൂപ്പർ അടിച്ചത് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അത് നോ ബോൾ ആണ്. എന്നിട്ട് വെറുതെ കണക്ക് വെച്ചത് മാറിയിരിക്കുന്നത് തേടംപേർക്കും ഔട്ട്ലൈക്കും നല്ല സംശയമുണ്ട്. അത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഇത്ര ഹൈറ്റിൽ പോയ ബോള് എന്നിട്ട് പിന്നെ വേസ്റ്റ് ആയിട്ട് അത് ഒന്നും ഇങ്ങനെ താങ്ങത്തുള്ളൂ. ഇതൊക്കെ CSKക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ട്. തലക്കെതിരെ CSKക്കെതിരെ അത്ര തന്നെ ഉള്ളു, അല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ധോനി ഉഷാറാണെന്ന് പറഞ്ഞു. ധോനി ഉഷാറാണ്, വേറെ വർത്താനില്ല. ചർച്ചയല്ല. PB കേസ് എന്താന്നല്ല പോസിറ്റത്. ഇറ്റ് വാസ് എ പ്ലഷർ അല്ലെ, അതാണ്. ഇത് കേട്ടാ മതി, കഴിഞ്ഞു. ഇതുവരെ അതല്ലായിരുന്നു. മൂപ്പർ ഉഷാറാണ്, കഴിഞ്ഞു, പിരിച്ചു വിട്ടു.